കുട്ടികൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഒരുപാട് ടോയ്സ് ലഭിക്കുക അഥവാ കളിപ്പാട്ടങ്ങൾ ലഭിക്കുക എന്നുള്ളത്. കിരീടം നഷ്ടപ്പെട്ട ഒരു രാജാവും കളിപ്പാട്ടം നഷ്ടപ്പെട്ട ഒരു കുട്ടിയും ഒരുപോലെയാണ്. അതായത് ഒരു രാജാവിന് കിരീടം നഷ്ടപ്പെട്ടു. ആ കിരീടം നഷ്ടപ്പെട്ട ഒരു രാജാവിന് എന്തുമാത്രം സങ്കടമുണ്ട്, അത്രമാത്രം സങ്കടം ഉണ്ടാകും ഒരു കളിപ്പാട്ടം നഷ്ടപ്പെട്ട ഒരു കുട്ടിക്ക്. സാധാരണ കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൊടുക്കുന്നതിൽ നാം ആരും, രക്ഷിതാക്കൾ ആരും പിശുക്ക് കാണിക്കേണ്ടതില്ല. കാരണം ഓരോ കളിപ്പാട്ടങ്ങൾ കൊടുക്കുമ്പോഴും കുട്ടിയുടെ ക്രിയേറ്റിവിറ്റി അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ കളിപ്പാട്ടങ്ങൾ ചിൽഡ്രൻ ലൈക്ക് ആക്ടിവിറ്റീസ് നോട്ട് ദ ടോയ്സ്. മോണ്ടിസോറി പ്രിൻസിപ്പിൾ പ്രകാരം കുട്ടികൾ ഇഷ്ടപ്പെടുന്നത് ടോയ്സ് അല്ല, മറിച്ച് ആക്ടിവിറ്റികൾ എന്നുള്ളതാണ്. സാധാരണയായിട്ട് നമുക്കറിയാം, ടോയ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുട്ടിയുടെ ഉള്ളിൽ ഒരു ടോയ്സ് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ കയ്യിൽ ഒരു ടോയ് ലഭിച്ചാൽ ആ കുട്ടി ആ ടോയെ എന്ത് ചെയ്യും, അഴിച്ചെടുക്കും. സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് അതിനിങ്ങനെ അഴിച്ചെടുത്ത് അതിനെ പീസാക്കി അതിനെ പഞ്ചറാക്കും അല്ലേ. സാധാരണ നമ്മൾ അത്തരം വിദ്യാർത്ഥികളോട് ദേഷ്യപ്പെടും, നിനക്ക് ഇനി ഞാൻ ടോയ് വാങ്ങിത്തരില്ല, നിന്റെ കയ്യിൽ ഒന്ന് കിട്ടിയാലും നിൽക്കില്ല, നീ എല്ലാം നശിപ്പിക്കുന്നവനാണ് എന്നൊക്കെ പറയും. യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ ടോയ് ലഭിച്ചു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഒരു ഓടുന്നൊരു വണ്ടിയാണ്, ഒരു റിമോട്ട് വണ്ടിയാണ്, അല്ലെങ്കിൽ ഒരു JCB ആണ് ഒരു കുട്ടിക്ക് കൊടുത്തതെങ്കിൽ, ആ JCB പ്രവർത്തിക്കുമ്പോൾ കുട്ടിയുടെ ഉള്ളിലുള്ള ഒരു ചിന്ത ഇങ്ങനെ ഉടലെടുക്കുകയാണ്. എന്താണ് ഇതിൻ്റെ അകത്ത് നടക്കുന്ന ടെക്നോളജി, എന്താണ് ഈ ടോയുടെ അകത്ത് നടക്കുന്നത്, ഇതറിയാനുള്ള ആങ്സൈറ്റി കൊണ്ട്, ആകാംക്ഷ കൊണ്ടാണ് ഈ കുട്ടി എന്ത് ചെയ്യുന്നത്, ഇവിടെ ഈ അറിയാനുള്ള ആകാംക്ഷ കൊണ്ടാണ് ഈ കുട്ടി ഈ ഒരു ടോയ് അഴിച്ചെടുക്കുന്നത്. അങ്ങനെ അഴിച്ചെടുക്കും നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള ആകാംക്ഷയോടുകൂടെ അഴിച്ചെടുത്ത് നോക്കുന്നു. ചിലപ്പോൾ അത് തിരികെ അതേപോലെ തന്നെ ഫിറ്റ് ചെയ്യാൻ പറ്റാതെ അവിടെ ഉപേക്ഷിക്കുന്നു. അവിടെ ആ കുട്ടിയുടെ ക്രിയേറ്റിവിറ്റിയെ അല്ലെങ്കിൽ ആ ചിന്താശക്തിയെ നമ്മൾ അപ്രീസിയേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ ശരിക്കും കുട്ടി ആക്ടിവിറ്റികളാണ് എന്ത് ചെയ്യുന്നത്, ഇഷ്ടപ്പെടുന്നത്. ആ ടോയ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ അകത്ത് നടക്കുന്ന ആക്ടിവിറ്റികളെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ആ കുട്ടി അതിൻ്റെ അകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങൾ അറിയാൻ വേണ്ടി അത് അഴിച്ചു നോക്കുന്നത്. കുട്ടികൾക്ക് ഈ ആക്ടിവിറ്റികൾ ഒരിക്കലും മടിക്കില്ല എന്നുള്ളതാണ്. ഒരു സ്ഥലത്തൊരു കഥ പറയുന്നുണ്ട്. ഒരു സുമോ ഗുസ്തിക്കാരൻ അറിയാം, നല്ല തടിയൊക്കെ ഉണ്ടാകും, നല്ല ആരോഗ്യം ഉണ്ടാകും. അപ്പോൾ സുമോ ഗുസ്തിക്കാരനും കുട്ടിയും എന്ത് ചെയ്യുന്നു, കളിക്കുന്നു. അപ്പോൾ ഈ ഓടിക്കളി, അങ്ങോട്ടും ഇങ്ങോട്ടും ഒളിച്ച് കളിക്കുക എന്നൊക്കെ പറഞ്ഞു, അങ്ങനെ ഹൈഡ് ആൻഡ് സെർച്ച് എന്ന് പറയുന്ന ഒരു കളിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ കളി കളിക്കാൻ വേണ്ടി തുടങ്ങാൻ. അപ്പോൾ കൊച്ചുകുട്ടിയാണ്, 3-4 വയസ്സുള്ള കുട്ടി ഒരു സൈഡ്, മറ്റൊരു സൈഡ് സുമോ ഗുസ്തിക്കാരൻ. കുറേ കളിച്ചപ്പോൾ സുമോ ഗുസ്തിക്കാരന് എന്ത് ചെയ്തു, കളി മടുത്തു, അയാൾ ടയേർഡായി. അയാൾ കുട്ടിയോട് പറഞ്ഞു, ഞാൻ ടയേർഡായി, ഇനി ഞാനില്ല. പക്ഷെ കുട്ടി അപ്പോഴും ആക്റ്റീവാണ്, കുട്ടിക്ക് മടിയില്ല. അപ്പോൾ സുമോ ഗുസ്തിക്കാരനായ നല്ല ആരോഗ്യദൃഢവാനായ ഇയാളോട് കളിച്ചിട്ട് ഇയാളും കുട്ടിയും കളിച്ചപ്പോൾ ഇയാൾക്ക് ക്ഷീണം തോന്നി, കുട്ടിക്ക് തോന്നിയില്ല. കാരണം ആക്ടിവിറ്റികൾ, ഇത്തരം പ്രവർത്തനങ്ങൾക്ക് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതേപോലെ തന്നെയാണ് മോണ്ടിസോറി മെത്തേഡിൽ അപ്പാരറ്റസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, വ്യത്യസ്ത രീതികളിലുള്ള വളരെയധികം റിസേർച്ച് നടത്തി, സയൻറ്റിഫിക് റിസേർച്ചുകളൊക്കെ നടത്തി ഉണ്ടാക്കിയ ഒരുപാട് അപ്പാരറ്റസ്, ഒരുപാട് ടോയ്സുകൾ അവിടെയുണ്ട്. ഈ ടോയ്സുകളൊക്കെ എടുത്തു നോക്കുമ്പോൾ കേവലം കാണുന്ന സമയത്ത് നമുക്കൊരു ടോയ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ഓരോ ടോയുടെയും ഇൻറ്റൻഷൻ, അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. അത് ഓരോ ടോയ് ഉപയോഗിക്കുമ്പോഴും കുട്ടിയുടെ പല 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 സെൻസുകളാണ് പ്രവർത്തിക്കുന്നത്. മോട്ടോ ഡെവലപ്മെൻറ്റ് സംഭവിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റു പല രീതിയിലുള്ള സെൻസുകളുടെ സ്റ്റിമുലേഷൻ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടോയ് അല്ല കുട്ടി ഇഷ്ടപ്പെടുന്നത്, ആ ടോയ് വെച്ചുകൊണ്ട് തന്നെ കുട്ടിയുടെ ആ ആക്ടിവിറ്റികൾ ആണ് കുട്ടി ഇഷ്ടപ്പെടുന്നത്. മറിയ മോണ്ടിസോറി നോക്കിയത് സിലിണ്ടർ ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു മോണ്ടിസോറിയുടെ എക്യുപ്മെൻ്റ് ഉണ്ട്, ഒരു അപ്പാരറ്റസ് ഉണ്ട്. അതൊരു കുട്ടിക്ക് കൊടുത്തപ്പോൾ 42 പ്രാവശ്യത്തിലധികം ആ കുട്ടി ആ ഒരു മെറ്റീരിയൽ മാത്രം റിപ്പീറ്റ് ചെയ്ത് ആ ആക്ടിവിറ്റി ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് മറിയ മോണ്ടിസോറിക്ക് മനസ്സിലായത് എന്താണ്,
ആ കുട്ടി ആ ആക്ടിവിറ്റി ഇത്രമാത്രം പ്രാവശ്യം ചെയ്യണമെങ്കിൽ കുട്ടികൾ അത്തരം ആക്ടിവിറ്റികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിൽ ഇത്തരം ആക്ടിവിറ്റികൾ, വീടുകളിലെ അകത്ത് നടക്കുന്ന കിച്ചണിലെ ആക്ടിവിറ്റികൾ, അതേപോലെ നമ്മുടെ ഡെയിലി ലൈഫിലെ ആക്ടിവിറ്റികൾ, ഇതിലൊക്കെ കുട്ടികളെ ഭാഗമാക്കുക. അപ്പം ഇങ്ങനെ ഭാഗമാക്കുന്ന സമയത്ത് അവർ ആ ആക്ടിവിറ്റികളിലൂടെ പല രീതിയിലുള്ള സ്കില്ലുകളും പല രീതിയിലുള്ള ഡെവലപ്മെൻറ്റുകളും അവരിൽ എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇത്തരം കൂടുതൽ ആക്ടിവിറ്റികളെ കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും വേണ്ടി മോണ്ടിസോറി മെത്തേഡുകളെ കുറിച്ച് അറിയാനൊക്കെ വേണ്ടി നമുക്ക് മോണ്ടിസോറി കോഴ്സിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. അതിലൂടെ കൂടുതൽ ആക്ടിവിറ്റികളെ കുറിച്ച് അറിയാനും അതേപോലെ തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കും.